ഇപ്പോൾ പോലും എൻ്റെ നിവൃത്തികളൊണ്ടാണ് ഞാൻ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഈ FIR രജിസ്റ്റർ ചെയ്ത സമയത്ത് പോലും ഞാൻ ഇതിനെതിരെ കൗണ്ടർ ചെയ്യാൻ പോലും പോയില്ല. ഞാൻ പ്രൊഡ്യൂസറുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ആമസോണിന് കൈമാറാനുള്ള ഫയൽ ആപ്പ് ഇൻ്റർനാഷണലിന് കൈമാറിയിട്ടുണ്ട്. അത് പ്രൊഡ്യൂസറുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ എല്ലാ രേഖകളും പ്രൂഫുകളും ഉണ്ട്. ഞാനടക്കമുള്ള 6 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പ്രൊഡ്യൂസറുടെ പരാതിയിൽ അങ്ങനൊരു സംഭവം അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിയമ നടപടി എന്ന രീതിയിൽ നമ്മളൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്ത് ഈ 18-ാം തീയതി ഇന്ന് ബെയിൽ കിട്ടുന്നൊരു സാഹചര്യത്തിൽ നിൽക്കുമായിരുന്നു. 2 ദിവസം മുമ്പാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 ദിവസം മുമ്പ് മാത്രം എൻ്റെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിന് വേണ്ടിയിട്ട് ആലപ്പുഴ മുഹമ്മ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ഓൺ ദ വേ ആയിരുന്നു. പോലീസിനോട് ഞാൻ ഷൂട്ടിന് പോവുകയാണെന്നും തിരിച്ച് വന്ന ഉടനെ സാറിനെ തിരിച്ച് വിളിച്ചിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വരാമെന്നും പറഞ്ഞിരുന്നു. തിരിച്ച് വന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്ന എൻ്റെ ഫ്ലാറ്റിൽ കയറിയിട്ടാണ് ലോക്ക് പൊട്ടിച്ചിട്ട് ഫ്ലാറ്റിൽ കയറിയിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്ത് പോകുന്നത്. പിന്നീട് സ്റ്റേഷനിൽ കഴിഞ്ഞ് 24 മണിക്കൂറായിട്ട് സ്റ്റേഷനിലുണ്ട്. പോലീസുകാർ നല്ല സമീപനമായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം എനിക്ക് അവരിൽ നിന്നൊക്കെ ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലായത് അവർക്ക് അത്രയും ഒരു പ്രഷർ എവിടെ നിന്നും ഉണ്ടായിരുന്നു. എന്നെ ജാമ്യം എടുത്ത് ഞാൻ പുറത്തിറങ്ങുന്നു, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കുന്നതിന് മുമ്പ് എന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു വിഷൻ പുറത്തുനിന്ന് എവിടെ നിന്ന് ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ എനിക്കെതിരെയുള്ള ആരോപണങ്ങളെന്ന് പറയുന്നത് 2025 മാർച്ച് 29 റിലീസായ സിനിമയാണ് അഭിലാഷം. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കൂടെയായിരുന്നു റിലീസ് ചെയ്തത്. അതിനുശേഷം മെയ് 24 ആമസോണും സിംപ്ലി സൗത്തും മനോരമ മാക്സിലും OTT റിലീസായിട്ട് സിനിമ വന്നു. ആഗസ്റ്റ് 6 മറ്റോ തൊട്ടടുത്ത് ഇമ്മീഡിയറ്റ്ലി ഒരു മാസം കഴിഞ്ഞ് നമ്മൾ സിനിമ സാറ്റലൈറ്റായിട്ട് ഏഷ്യാനെറ്റിലും വന്നു. ഇതെല്ലാം ഒഫീഷ്യലി ഇതിൻ്റെ എല്ലാ പ്രോസസ്സുകളും ചെയ്ത് തിയേറ്റർ റിലീസും OTT റിലീസും അതുപോലെ സാറ്റലൈറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹാർഡ് ഡിസ്കുകളും ഇതിൻ്റെ എല്ലാ ഫോർമാറ്റുകളും വർക്ക് ചെയ്ത് പ്രൊഡ്യൂസർക്ക് കൈമാറിയ ഒരാളാണ് ഈ സിനിമയുടെ സംവിധാനമായിട്ടുള്ള ഞാൻ. അതിനെൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള മറ്റാളുകളും ഇതിൻ്റെ കൂടെ ടെക്നീഷ്യൻസും അവരൊക്കെ ഉണ്ടായിരുന്നു. സിനിമയുടെ എല്ലാ ബിസിനസ് പ്രോസസ്സുകൾക്കും നമ്മൾ എല്ലാ വർക്കുകളും കൊടുത്ത് എല്ലാം ഫിനിഷ് ചെയ്ത് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം വരുന്നത്. ഇതിൻ്റെ മാസ്റ്റർ കോപ്പി എൻ്റെ കൈവശപ്പെടുത്തി എന്നാണ് പറയുന്നത്. മാസ്റ്റർ കോപ്പി എൻ്റെ കൈവശപ്പെടുത്തിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എൻ്റെ കയ്യിൽ അതില്ല. എനിക്കതിനെപ്പറ്റി അറിവില്ല. കാരണം പ്രൊഡ്യൂസറുടെ കൺട്രോളിലുള്ള കാര്യമാണ് ഹാർഡ് ഡിസ്കുകൾ എന്ന് പറയുന്നത്. അത് DI സ്റ്റുഡിയോയിൽ ഏൽപ്പിക്കുക, അവിടെ നിന്ന് തിരിച്ച് അവർക്ക് എടുക്കാം. അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ പ്രൊഡ്യൂസറുടെ ഒരു റെസ്പോൺസിബിലിറ്റി അകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ പ്രൊഡ്യൂസറുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ആമസോണിന് കൈമാറാനുള്ള ഫയൽ ആപ്പ് ഇൻ്റർനാഷണലിന് കൈമാറിയിട്ടുണ്ട്. അത് പ്രൊഡ്യൂസറുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ എല്ലാ രേഖകളും പ്രൂഫുകളും ഉണ്ട്. പിന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഒരു സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ നടത്തിയെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ സിനിമയുടെ പൂർണ്ണമായ റെമ്യൂണറേഷൻ കിട്ടിയിട്ടില്ല. എനിക്ക് മാത്രമല്ല, ഈ സിനിമയിൽ 15ഓളം ടെക്നീഷ്യൻസിന് അവരുടെ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ പലവട്ടമായിട്ട് നമ്മളതിന് പേയ്മെൻറ്റ് ചോദിക്കാറുണ്ടായിരുന്നു. ഒരു മൊമെൻ്റ് തൊട്ട് നമ്മൾ ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളത് വിട്ട പോലെയായിരുന്നു. കാരണം ഇപ്പോൾ പോലും എൻ്റെ നിവൃത്തികളൊണ്ടാണ് ഞാൻ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഈ FIR രജിസ്റ്റർ ചെയ്ത സമയത്ത് പോലും ഞാൻ ഇതിനെതിരെ കൗണ്ടർ ചെയ്യാൻ പോലും പോയില്ല. കാരണം എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ അഭിലാഷം എന്ന് പറയുന്ന സിനിമ അറിയപ്പെടേണ്ടത് ഇങ്ങനൊരു പരാതിയുടെ പേരിലാവരുത്. പ്രൊഡ്യൂസറും നിർമ്മാതാവും തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിലുള്ള സിനിമയായിട്ട് അഭിലാഷം എന്നുള്ള സിനിമ അറിയപ്പെടാൻ എനിക്ക് പേഴ്സണലി ഒരു ആഗ്രഹമില്ല. ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഭയങ്കര സോൾഫുള്ളായിട്ട് ചെയ്തൊരു സിനിമയാണ്. ആ സിനിമയിൽ ആ സോൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ 1ാമത്തെ ദിവസം നിന്ന് പോകേണ്ട സിനിമയായിരുന്നു. കാരണം സെറ്റിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പേഴ്സണലി കിടക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് വന്ന ആരോപണങ്ങൾക്കെതിരെയുള്ളത് മാത്രം പറയാം. മറ്റുള്ള കാര്യങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പം പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമായിരുന്നു നമ്മൾ ഇതിലൊരു മറ്റ് മീഡിയേനെ എനിക്കറിയാം. ഞാൻ കഥ പറയാൻ പോയി എൻ്റെ കഥ ഇഷ്ടപ്പെട്ട പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തേക്ക് ഈ പറഞ്ഞ ന്യൂസ് ബിറ്റ് അയച്ചു കൊടുത്തിട്ട് എൻ്റെ പ്രൊജക്റ്റുകൾ മുടങ്ങിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. ഇതിനെപ്പറ്റി എനിക്കറിയാം. എൻ്റെ കരിയറിനെ ഇത് കൃത്യമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു ന്യൂസോട് കൂടിയിട്ട് ഞാനിപ്പോൾ അറിയപ്പെടുന്നത് ഏത് രീതിയിലായിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടില്ല, തിരിച്ച് കിട്ടിയിട്ടില്ല. സുഹൃത്തുക്കളായി ഇവർ പറഞ്ഞുള്ള അറിവുകളേ ഉള്ളൂ. ഇന്നിപ്പം ഞാൻ അത്യാവശ്യം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എൻ്റെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഇത്രയും ക്യാമറ ലൈറ്റുകളും ബൈക്കൊക്കെ വന്ന് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി എനിക്ക് ഊഹിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ അറിയപ്പെടാനല്ല ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്ത സിനിമയാണ്. നമ്മളതിൻ്റെ ഈ പറഞ്ഞ പോലെ റെമ്യൂണറേഷൻ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് സിനിമയിൽ പല ഘട്ടങ്ങളിലും
പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് അത് അവരോട് തന്നെ കൃത്യമായിട്ട് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവും. നമ്മൾ ഒരുപാട് പേരുടെ ഈ പേയ്മെൻറ്റുകൾ റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതൊരു നഷ്ടം സംഭവിച്ച സിനിമയാണെന്ന് വരുത്തി തീർക്കുന്നതുകൊണ്ട് അവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഹാർഡ് ഡിസ്കിൻ്റെ കേസിൽ ഈ പറഞ്ഞുള്ളത് കംപ്ലീറ്റ്ലി പ്രൊഡ്യൂസറുടെ അണ്ടറിൽ പ്രൊഡ്യൂസറുടെ ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യമാണ്. ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഇതിൻ്റെ ബിസിനസ് പർപ്പസിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സിനിമയുടെ അടക്കം ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചൊരു സിനിമ കൂടിയാണല്ലോ അഭിലാഷ്. അപ്പോൾ പിന്നെ വീണ്ടും ഇത്തരം ഇഷ്യൂസ് വീണ്ടും പൊങ്ങി വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി സാമ്പത്തിക കാര്യങ്ങളിൽ നിന്ന് അവർ ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണെന്നാണോ? ഞാനങ്ങനെ അവരെ ബ്ലെയിം ചെയ്ത് ഞാനങ്ങനെ പറയുന്നില്ല. അവരുടെ ഉള്ളിലുള്ള അവരിപ്പോൾ ഇങ്ങനെയൊരു സംഭവം ചെയ്തതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ അറിയില്ല. ഞാനത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഫെഫ്കയിലെ കംപ്ലയിൻറ്റ് ആദ്യമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു 1 ഡേ ഷൂട്ട് ബാക്കിയുള്ളപ്പം, ഒരു ദിവസം ഷൂട്ട് ബാക്കിയുള്ളപ്പം ടെക്നീഷ്യൻസ് ആരും സിനിമയോട് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവരാരും പേയ്മെൻറ്റ് വരാത്തതുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസർ ആൻസരികയും ശങ്കർദാസും എനിക്കൊരു പ്രഷർ ചെയ്തിരുന്നു. ഷംസു എങ്ങനെയും ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് സിനിമ ഒന്ന് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡബിന് മുമ്പ് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യാമെന്ന് എന്നോട് പേഴ്സണലി പറയുകയും എനിക്ക് ഈ സിനിമ എൻ്റെ ബേബിയാണ്, ഈ സിനിമ നന്നായി വരേണ്ടത്, സിനിമ തീരേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ടുകൂടെ ഞാൻ എല്ലാ ടെക്നീഷ്യൻസിനോട് വിളിച്ച് സംസാരിക്കുകയും അവരൊരു മടിയും കൂടാതെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അവരെ സിനിമ ഒരു ദിവസം ഷൂട്ട് ബാക്കി വന്ന് നമ്മളത് തീർത്ത് ഡബിലേക്ക് പോകാനായപ്പോഴേക്ക് ഇവർ വാക്കുകൾ മാറാൻ തുടങ്ങി. പേയ്മെൻറ്റിനെ പറ്റിയൊരു ഐഡിയ ഇല്ല. സ്വാഭാവികമായിട്ടും ഞാനൊരു നിലപാടെടുത്തു. ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഞാൻ ചില കാര്യങ്ങളിലെങ്കിലും ഞാനൊരു സംവിധായകൻ്റെ റൈറ്റ്സ് യൂസ് ചെയ്യണം എന്നുള്ളൊരു ഇതിന് പുറത്ത് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് ഞാൻ ഡബ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ പിന്നീട് എനിക്ക് സോഹൻ സീലിനാൽ ഫെഫ്കയിൽ നിന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. സോഹൻ ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ എന്ന് പറയുകയും ഞാനും എൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടറും ആ പരാതി പ്രകാരം നമ്മൾ ഫെഫ്കയിൽ പോയി പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പോയിരിക്കുകയും പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആൻസരി പ്രസിഡന്റ് ഉണ്ടായിരുന്നു. മറ്റ് 2-3 ഞാനിപ്പോൾ അവരുടെ പേരുകളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അത്തരം വ്യക്തിപരമായ മാറ്ററുകളിലേക്ക് പോകാനല്ല, ഞാനതിൻ്റെ ഒരു മാറ്റർ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തുണ്ടായ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പേയ്മെൻറ്റുകളുടെ കാര്യത്തിൽ ഡയറക്ടർ കൺസേൺ ആവേണ്ട, ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി അതിൽ ടെൻഷൻ ആവേണ്ട, നമ്മൾ അസോസിയേഷൻ അത് പരിഹരിച്ചോളാം എന്നതിൻ്റെ ഒരു ഒത്തുതീർപ്പാക്കിയതിൻ്റെ പേരിൽ നമ്മൾ 2 കൂട്ടർ സൈൻ ചെയ്ത് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ഡബ്ബിംഗ് പൂർത്തിയാക്കിയിട്ടും സിനിമ പിന്നീട് വീണ്ടും സിനിമയ്ക്ക് പല രീതിയിലുള്ള കാലതാമസങ്ങളുണ്ടായിരുന്നു. ഈ കാലതാമസങ്ങൾക്കിടയിലൊക്കെ നമ്മൾ പ്രൊഡ്യൂസർ പല രീതിയിലും പല സമയത്തും കോൺടാക്ട് ചെയ്യാൻ നോക്കുന്ന സമയങ്ങളിലൊന്നും നമുക്ക് അവൈലബിൾ ആവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ലിറ്ററലി പല സമയങ്ങളിലും അവർ ഈ സിനിമ റിലീസ് ആവുമോ ഇല്ലയോ എന്നുള്ളൊരു അനിശ്ചയാവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കയ്യും കാലം പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണം, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വരുവാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 2023 ഒക്ടോബർ നവംബറിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. 2024 നമുക്ക് എല്ലാവർക്കും അറിയാം മലയാള സിനിമയിൽ ഭയങ്കരമായിട്ടുള്ളൊരു തരംഗം സൃഷ്ടിച്ചൊരു വർഷമാണ്. പ്രേമൽ വരുന്നു, ഭ്രമയുഗം വരുന്നു, ആവേശം വരുന്നു, അത്തരത്തിലുള്ള ഒരുപാട് സിനിമകളൊന്നും സിനിമയുടെ ലാംഗ്വേജ് മാറുന്നിടത്താണ് നമ്മളൊരു കുഞ്ഞ് ഫീൽ ഗുഡ് സിനിമ ഇങ്ങനെ പെട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് പേടിയുണ്ടായിരുന്നു നമ്മളെ സിനിമയ്ക്ക് ഒരു സ്പേസ് ഇനി ഇവിടെ ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് പല രീതിയിൽ നമ്മളൊരു കോൺടാക്ട് ചെയ്ത് പിന്നീട് പല സമയങ്ങളിലായിട്ട് പിന്നീട് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ സിനിമയ്ക്ക് വരികയും ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല, ടോപ്പ് മോസ്റ്റ് 2-3 നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സിനിമയ്ക്ക് വരികയും പക്ഷേ ഇവർ തന്നെ സ്വയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എമ്പുരാൻ്റെ കൂടെ ഈ സിനിമ റിലീസ് ചെയ്യുകയും നമ്മൾ അതിന് പോലും സഹകരിച്ചു. നമ്മളൊന്നും കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു റിലീസിന് പോലും നമ്മൾ ഓക്കെ ആയിരുന്നില്ല. പക്ഷേ നമ്മളത് കാരണം നിയമപരമായിട്ട് നേരിടുക എന്നുള്ളതല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. ബിക്കോസ് എനിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും. അതിലെനിക്കൊരു സംശയവുമില്ല. കാരണം ആരോപണങ്ങളാണ്, വ്യാജ പരാതിയാണെന്നുള്ളത് ഇന്നിപ്പോൾ അവിടെയുള്ള ആ സ്റ്റേഷനിലെ പോലീസുകാർക്കടക്കം മനസ്സിലായതുകൊണ്ട് അവർക്ക് എന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള അവർ ഈ കഴിഞ്ഞ 24 മണിക്കൂർ എന്നോട് സമീപനത്തിൽ തന്നെ എനിക്കത് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പം ഞാനും നിർമ്മാതാവ് അടക്കം ഇന്നിപ്പം നമ്മളോട് ഇരുന്ന സമയത്ത് പോലും പോലും ആ സമയം പോലും അവർ ഈ പറഞ്ഞ പോലെ ഞാൻ തൊട്ടടുത്തിരിക്കുമ്പോൾ പോലും അവർ പറയുന്നത് എനിക്കൊട്ടും ഞാൻ ആലോചിക്കുവാണ് എങ്ങനെയാണ് ആ രീതിയിലാണ്. പിന്നെ ഞാനിനിയിപ്പം എൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കണം. അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഞാനിപ്പം. എനിക്ക് ഒളിച്ചോടാനൊന്നുമില്ല, എനിക്കിതിൽ മറച്ചു വെക്കാനൊന്നുമില്ല, എന്തിനും ഞാൻ നേരിടാൻ റെഡിയാണ്. ബിക്കോസ് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. കാരണം ഞാൻ ആ നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ട്. അത്രയേ ഉള്ളൂ.